Hi everyone, this is me Kasak Benchali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ ഒരു കോവിഡ് അല്ലെങ്കിൽ ലോക്ക്ഡൗൺ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ നമ്മളെ വലിയ രീതിയിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിലും ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഈവൻ നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും നിങ്ങളിൽ അതുണ്ടാക്കാൻ പോകുന്ന മാനസിക ആഘാതങ്ങൾ വലിയ രീതിയിലാണ്. ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കോൾ വരുന്നുണ്ട്. എൻ്റെ ഓഫീസ് സ്റ്റാഫിന് ഒരുപാട് കോൾസ് വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇന്ന് ഇങ്ങനെ പുറത്ത് കിടക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ജോലി മറ്റു കാര്യങ്ങളൊക്കെ അല്ല, അതൊക്കെ സെക്കൻഡറി ആണ്. ഫസ്റ്റ് ഹാപ്പിനെസ് ആണ്. നിങ്ങൾ ഈ ഒരു ക്വാറന്റൈനിലൂടെ കടന്നു പോകുകയാണ്, നിങ്ങൾക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുന്നു, ഈ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഹാപ്പി ആണെങ്കിൽ നമുക്ക് എന്തും തിരിച്ചു വരാനുള്ള കഴിവുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടെല്ലാം ചെയ്യും. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി ആകാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് ജസ്റ്റ് ഒബ്സർവ് യുവർ സെൽഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. നിങ്ങൾക്ക് സന്തോഷമാണോ തോന്നുന്നത്? തീർച്ചയായിട്ടും സന്തോഷം തോന്നുമെങ്കിൽ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിനകത്ത് നിങ്ങൾ സന്തോഷം നിറച്ചു വെച്ചിരിക്കുകയാണ്. പല രീതിയിലുള്ള കണ്ടന്റുകളുടെ പല രീതിയിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിനകത്ത് ധാരാളം സന്തോഷങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നു എന്നുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സന്തോഷം വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമാണ് തോന്നുന്നതെങ്കിൽ, വല്ല നിരാശയും ടെൻഷനും ഡിപ്രഷനൊക്കെയാണ് വരുന്നതെങ്കിൽ, ഡിപ്രഷൻ വരുന്നതിന് സഹായകരമായിട്ടുള്ള നിങ്ങളെ പേടിപ്പിക്കുന്ന പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മൈൻഡിനകത്ത് ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാണ്. ആ നിറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ദുഃഖം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ എന്താണ് അനുഭവപ്പെടുന്നത്? സന്തോഷമാണോ ദുഃഖമാണോ? ഇനി ദുഃഖമാണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം? അതിന് നമ്പർ 1 കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിൽട്ടർ അവർ മെമ്മറീസ്. ഓർമ്മ എന്ന് പറയുന്നത് നമ്പർ 1 ഓർമ്മകൾ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ശരിക്കും ഓർമ്മകളെ ഫിൽട്ടർ ചെയ്യുക. നമ്മുടെ മൈൻഡിനകത്ത് ധാരാളം മെമ്മറീസ് ഉണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതും അറിഞ്ഞതും അനുഭവിച്ചുമായ എല്ലാ സാധനങ്ങളും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ചില ആളുകൾക്ക് മൈൻഡിന് വളരെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ആ നെഗറ്റീവായ സാധനങ്ങൾ ഇങ്ങനെ മനസ്സിനകത്ത് ധാരാളം സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു വേസ്റ്റ് ബോക്സിൽ നിന്ന് ഒരു ദുർഗന്ധം വമിക്കുന്ന പോലെ മൈൻഡിനകത്തുനിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരും. അതാണ് ഈ നെഗറ്റീവ് ചിന്ത. അല്ലെങ്കിൽ എന്തിന് നെഗറ്റിവിറ്റി കാണാനുള്ളൊരു ടെൻഡൻസി ഒക്കെ വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ മനസ്സിനകത്ത് ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നെഗറ്റിവിറ്റിയുടെ ഭീകരത മൂലമാണ്. അപ്പോൾ എല്ലാ ഓർമ്മകളും അത്ര നല്ലതൊന്നുമല്ല. നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഓർമ്മകൾ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ചില ആളുകൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ദുരന്തങ്ങൾ പോലും വളരെ ശക്തി നൽകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ യു മേ കീപ് ഇറ്റ്. അതല്ല, നിങ്ങൾക്കത് നിങ്ങളെ നശിപ്പിക്കും, നിങ്ങൾക്ക് വല്ലാത്തൊരു വെറുപ്പും വിദ്വേഷമൊക്കെ തോന്നുന്നു, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കാനൊക്കെ കാരണമാകുന്നുവെങ്കിൽ യു ഹാവ് ടു റിമൂവ് ദാറ്റ് കൈൻഡ് ഓഫ് മെമ്മറീസ് ഫ്രം യുവർ മൈൻഡ്. ആർ യു റെഡി? അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ മെമ്മറീസിൽ നിങ്ങൾക്ക് ഓർമ്മകൾ നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ സങ്കടപ്പെടുന്ന, നിങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്ന ഏതൊക്കെ ഓർമ്മകളുണ്ട് കഴിഞ്ഞ കുട്ടിക്കാലത്തേക്ക് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. കുട്ടിക്കാലം മുതൽ നിങ്ങളുടെ മൈൻഡിനകത്തേക്ക് എന്തൊക്കെ കടന്നു പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ആ ലിസ്റ്റ് ചെയ്ത് സങ്കടപ്പെടുത്തിയത്, ദുഃഖപ്പെടുത്തിയത്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവുകൾ, നിങ്ങളെ തന്നെ തെറ്റിയാക്കി, നിങ്ങളുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ടും സംഭവിച്ചത്, മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചത്, വെറുപ്പിച്ചത്, നിങ്ങളുടെ മനസ്സിന് ആഘാതമുണ്ടാക്കിയ അനുഭവങ്ങൾ, ആക്സിഡന്റുകൾ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് ഫോർഗിവ്നെസ് തെറാപ്പിയെ കുറിച്ച് ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഫോർഗിവ്നെസ് തെറാപ്പിയെ കുറിച്ചുള്ള പല വീഡിയോസ് കാണാൻ കഴിയും. സോ ഫോർഗിവ്നെസ് തെറാപ്പിയിൽ കൃത്യമായിട്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് മനസ്സിനകത്ത് റിമെമ്പർ ചെയ്തുകൊണ്ട് മനസ്സിനൊന്ന് എടുത്ത് കളയുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ഫോർഗിവ്നെസ് തെറാപ്പി. ഫോർഗിവ്നെസ് തെറാപ്പിയിലൂടെ നമുക്കത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ മൈൻഡിനകത്ത് നമ്മളെ ശക്തിപ്പെടുന്ന, ഹാപ്പിയാക്കുന്ന ഓർമ്മകൾ മാത്രം നിലനിർത്താൻ കഴിയും. അപ്പോൾ നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ഓർമ്മകളെ ഫിൽട്ടർ ചെയ്യുക, ആവശ്യമുള്ളത് മാത്രം മൈൻഡിനകത്ത് കീപ്പ് ചെയ്യുക. ഇനി മൂന്നാമത്തെ മൈൻഡിന് ഹാപ്പിനെസ് ചൂസ് ചെയ്യാനുള്ള പ്രധാന ഒരു ഏരിയ എന്ന് പറയുന്നത്, ടെക്നിക്ക് എന്ന് പറയുന്നത് റിമൈൻഡ് യുവർ സെൽഫ് ആണ്. നമ്മൾ ലോക്ക്ഡൗണിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസിസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഈ പ്രശ്നത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ദൈവം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നാട്ടുകാർ എനിക്ക് എന്തൊക്കെ നന്മകൾ തന്നിട്ടുണ്ട്, എനിക്കിപ്പോഴും ആരോഗ്യമുണ്ട്, എനിക്ക് കൊറോണ ബാധിച്ചിട്ടില്ല, ഞാൻ കൊറോണ ബാധിച്ച് മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയ ഒരു ലോകത്ത് ഞാൻ ഒരു പ്രശ്നവുമില്ലാതെ കൊറോണ എന്ന് ബാധിക്കാതെ ജീവിച്ചിരിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നുള്ളത് എഴുതി വെക്കുക. എന്നിട്ട് അതിന് ദൈവത്തോടോ പ്രപഞ്ചത്തോടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശക്തിയോട് നിങ്ങൾ നന്ദി പറയുക. പിന്നെയോ കണ്ണുണ്ട്, മൂക്കുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്, വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതായിരിക്കില്ല, എന്നാൽ പോലും വിശപ്പ് മാറാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത വീട്ടുകാരോ കൂട്ടുകാരോ ആരെങ്കിലും നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ, സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിഷമം പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. നിങ്ങളൊന്ന് മെഡിക്കൽ കോളേജിലും മറ്റൊക്കെ പോയി നോക്കണം. ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു വരാനുള്ള ഹോപ്പെങ്കിലും ഉണ്ട്. പക്ഷേ ഒരു ഹോപ്പും ഇല്ലാതെ ജീവിക്കുന്ന എത്ര മനുഷ്യന്മാരാണ് മെഡിക്കൽ കോളേജ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പോയിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൻ്റെ വാർഡിൽ. എൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ മറ്റു മാരകമായ രോഗങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ
അവർക്കറിയാം 1-2 മാസം മാത്രമേ ജീവിക്കുള്ളൂ, എന്നിട്ടും അവർ വേദന സഹിച്ചുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അതൊക്കെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നു. അപ്പോൾ നമുക്ക് അനുഗ്രഹിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ കണ്ണ് തുറക്കാഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് എടുത്ത് വായിക്കുക. എന്ന് വായിച്ചിട്ട് അതിങ്ങനെ മനസ്സ് കണ്ണടച്ചിട്ട് ആ ഒരു അനുഗ്രഹത്തെ ഫീൽ ചെയ്യുക. കാരണം അതൊന്നുമില്ലാത്ത, ഭക്ഷണമില്ലാത്ത ആളുകളുണ്ട്, പട്ടിണി കിടന്ന് മരിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്, പെട്ടെന്ന് കൊറോണ മൂലം ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്ന ആളുകളുണ്ട്, സ്നേഹിക്കാൻ പോലും ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ക്വാറന്റൈനിൽ നിൽക്കുന്ന ആളുകളുണ്ട്, ഭക്ഷണമില്ലാത്ത ആളുകളുണ്ട്, മറ്റു രോഗങ്ങൾ കൊണ്ട് ബെഡ് റിട്ടൺ ആയിട്ട് കിടക്കുന്ന ആളുകളുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുക, ഞാൻ എത്ര ഭാഗ്യവാനെന്ന് റിമൈൻഡ് ചെയ്യുക, എന്നിട്ട് അതിനൊക്കെ ദൈവത്തോട് നന്ദി പറയുക. സോ വി ക്യാൻ ബി ഹാപ്പി, വി ക്യാൻ ചൂസ് അവർ ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഈസ് നോട്ട് എ ചാൻസ് മൈ ഡിയേഴ്സ്, ഇറ്റ്സ് എ ചോയ്സ്. Are you ready to choose your happiness? So do this exercise on everyday basis. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിലാക്സ് യുവർ മൈൻഡ്. അമിതമായ വലിയ ഭയപ്പെടുന്ന ചിന്തകൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. പല രീതിയിലുള്ള ഭയപ്പെടുന്ന ചിന്തകൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ഭയപ്പെടാത്ത ചിന്തകളാണ് വേണ്ടതുള്ളൂ, അല്ലേ? ഭയപ്പെടാത്ത ചിന്തകൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു ടൂളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കുക. എത്ര പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിലും, എത്ര ഭീകരമായ സിറ്റുവേഷൻ നമുക്ക് നേരിടേണ്ടി വന്നെങ്കിലും ശരി, നമ്മുടെ മൈൻഡിനെ ശാന്തമാക്കി എന്തിനേയും കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, പരിശീലിപ്പിക്കുന്ന, നമ്മുടെ മൈൻഡിനെ ആൽഫ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന പ്രോസസ്സാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷന് പല മെത്തേഡുകളുണ്ട്, ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്രീത്തിങ് എക്സസൈസ് വഴി, യോഗ വഴി, മെഡിറ്റേഷൻ വഴി നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുക. ഇതാണ് നാലാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ മൈൻഡിനെ ഹാപ്പി ആക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഈ ഒരു പ്രതിസന്ധി കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടത് ഹാപ്പിനെസ്സും മൈൻഡിൻ്റെ സമാധാനവും കരുത്ത് തന്നെയാണ്. ബാക്കി എല്ലാം ഉണ്ടായിട്ടും ഇതില്ലെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ശരി, ഇതുണ്ടെങ്കിൽ സ്റ്റിൽ യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. സക്സസ് ആകുന്നതിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് ഇല്ലാത്ത വേറെ ഒന്നും നമുക്കൊരു ഫലവും തരുന്നില്ല എന്നൊരു തിരിച്ചറിവുണ്ടാക്കുക. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാഫ് അറ്റ് ദ വേൾഡ്. നമ്മൾ കടന്നു പോകുന്നത് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ലൈഫ് അങ്ങനെയാണ്. പ്രതിസന്ധി ഉണ്ടാകും, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ നമ്മൾ പേടിച്ചാലും ഈ പ്രതിസന്ധി കടന്നു പോകും, ഭയപ്പെട്ടാലും ഈ പ്രതിസന്ധി കടന്നു പോകും, സങ്കടപ്പെട്ട് കഴിഞ്ഞാലും ഇതങ്ങ് കടന്നു പോകും. അതല്ല, ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് എന്തും നേരിടാനുള്ള കരുത്തോട് കൂടിയിട്ട്, നമ്മളെ ശക്തിപ്പെടുത്തി മനസാന്നിധ്യത്തോട് കൂടിയിട്ട് നേരിട്ട് കഴിഞ്ഞാലും ഇത് കടന്നു പോകും. അതുകൊണ്ട് തന്നെ ചിരിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും കളയരുത്. ചിരിക്കാൻ കിട്ടുന്ന ചാൻസ് കളയരുത്. ക്വാറന്റൈനിലാണ്, ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുകയാണ്, പരമാവധി നിങ്ങളെ മൈൻഡിനെ ഹാപ്പി ആക്കുക. സന്തോഷിക്കാൻ പറ്റുന്ന മൊമെന്റുകളെല്ലാം സന്തോഷിപ്പിക്കുക. വീട്ടുകാരുമായിട്ട് ഇത് തമാശകളും കളികളിലും ഏർപ്പെടുക. നല്ല അറിവുകൾ നേടുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക, നല്ല കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യുക. മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും എൻജോയ് ചെയ്യുക. എല്ലാവരോടും ചിരിക്കുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് വെച്ചിട്ടാണ് പുറത്തിറങ്ങുക, എന്നാലും നിങ്ങളുടെ കവിളിൻ്റെ ആ ചലനം ചിരിയാണെന്ന് ബോധ്യപ്പെടുത്തക്ക രീതിയിൽ പല്ല് തുറന്ന് വെളുക്ക ചിരിക്കുക. ഷെയർ ദ ഹാപ്പിനെസ്, മേക്ക് എവറിബഡി happiness, feel strong and confidence, because your happiness, your mindset, your strength will define your tomorrow. Don't let you down, my dears. Don't let yourself down. You have to strengthen yourself. You have to come back. We shall overcome, because we are human beings. ഏത് പ്രതിസന്ധിയും ചിരിച്ചുകൊണ്ട് നേരിടുക. എങ്ങനെയായാലും നേരിട്ടേ പറ്റൂ. പിന്നെ എന്തിനാണ് നമ്മൾ ചിരിക്കാതിരിക്കണം? എന്തിന് സങ്കടപ്പെടണം? താങ്ക് യു സോ മച്ച്. ഞാൻ കസാഖ് ബൻചാലി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടട്ടെ. മാത്രമല്ല, നിങ്ങൾ ഇതുവരെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം ഐ ഡി കസാഖ് ബൻചാലി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജ് കസാഖ് ബൻചാലി ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി നിങ്ങളുടെ എംപ്ലോയീസിനെ, നിങ്ങളുടെ ഓൺട്രപ്രണർ ആയിട്ടുള്ള എംപ്ലോയീസിനെ ശക്തിപ്പെടുത്തണം. നിങ്ങൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് അവരൊരു പുതിയ മൈൻഡ് സെറ്റോട് കൂടി ജോലി സ്വീകരിക്കാൻ തയ്യാറാകുന്ന രീതിയിലേക്ക് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഞങ്ങളുടെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ച് അറിയാം, പ്ലീസ് കോൾ us. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ ഈ ഒരു പ്രതിസന്ധിക്ക് അപ്പുറത്ത് ബിസിനസ് സാധ്യതകളുടെയും സ്ട്രാറ്റജികളുടെയും എങ്ങനെ ബിസിനസ്സിന് സക്സസ്ഫുൾ ആക്കാം എന്നറിയാൻ വേണ്ടിയിട്ട്, ബിസിനസ് ബൂം സീരീസുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഒരിക്കൽ കൂടി വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഞാൻ കസാഖ് ബൻചാലി, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെർട്ട് ആൻഡ് ബിസിനസ് കോച്ച്. താങ്ക് യു സോ മച്ച്.